തെരഞ്ഞെടുപ്പ് ഫലം കേരള കോൺഗ്രസ് നിർണായകമാണ്. മധ്യ കേരളത്തിലടക്കം കരുത്ത് തെളിയിക്കാൻ ഇരു മുന്നണികളിലെയും കേരള കോൺഗ്രസുകൾക്കാകുമോ എന്ന് നമുക്ക് നാളെ അറിയാം. LDFിലുള്ള കേരള കോൺഗ്രസ് എമ്മിനും UDFിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് നാളത്തെ വിധി ദിനം. പാർട്ടി ചെയ്ത വിട്ടുവീഴ്ചകൾ എന്ന് പറയുന്നത് മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനും മുന്നണിയുടെ ഒരു ഭദ്രതയ്ക്കും വിജയസാധ്യതകളും ഒക്കെ കണക്കിലെടുത്ത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ ആ ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള അത് ചെയ്തതിൻ്റെ ഒരു പരിഗണന തീർച്ചയായിട്ടും മുന്നണിയിൽ നിന്ന് ഉണ്ടാകും. അത് തീർച്ചയായിട്ടും അത് മറ്റ് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് പാർട്ടി നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. അത് മന്ത്രിസ്ഥാനങ്ങളൊക്കെ ഈ പറയുന്ന പോലെ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വെളിയിൽ വന്ന് UDFിൽ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ മുന്നണി നേതൃത്വം ചേർന്ന് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരി. തൊടുപുഴയിലെ UDFിൻ്റെ അവലോകന മീറ്റിങ്ങിൽ നമ്മൾ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് 37,000 വോട്ട് ഈ 12 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിൽ നിന്നും കൂടി പരിശോധിക്കുമ്പോൾ അങ്ങനെ ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ. അപ്പു ജോസഫാണ് സംസാരിച്ചത്. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, രണ്ട് കേരള കോൺഗ്രസുകാർക്കും ആത്മവിശ്വാസം കൂടുതലാണല്ലോ, പറയൂ. തീർച്ചയായിട്ടും വളരും തോറും പിളരും, പിളരും തോറും വളരും. അങ്ങനെയാണ് നമ്മൾ കേരള കോൺഗ്രസുകളെ കുറിച്ച് കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ കേരള കോൺഗ്രസുകൾക്ക് നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള കോൺഗ്രസുകളുടെ ഭാവി എന്ത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു നിർണായക തീരുമാനമായിരിക്കും നാളത്തെ ആ റിസൾട്ട് വരുമ്പോൾ എന്തായാലും വരാനിരിക്കുക. ഇരു കേരള കോൺഗ്രസുകളും, ഈ രണ്ട് കേരള കോൺഗ്രസുകളും മാത്രമല്ല മറ്റ് കേരള കോൺഗ്രസുകളും മത്സരിക്കുന്നുണ്ട്. മത്സരരംഗത്തുള്ള കേരള കോൺഗ്രസുകളുണ്ട്. അനൂപ് ജേക്കബ് ഉണ്ട്, അതുപോലെ തന്നെ ഗണേഷ് കുമാർ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഭാവി എന്താകും എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു ആശങ്ക തന്നെയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് കേരള കോൺഗ്രസ് എമ്മിന്റെയും ജോസഫിന്റെയും ആ ഒരു നിലപാടുകളാണ്. അവർ ഇനി ഭാവി അവരുടെ എന്താകുമെന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഭരണത്തുടർച്ച ഉണ്ടായപ്പോൾ LDFിനൊപ്പം നിന്ന കേരള കോൺഗ്രസ് എമ്മിന് വലിയ മുൻതൂക്കം അവർക്ക് ലഭിച്ചു. അവർക്ക് 5 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരാൻ സാധിച്ചു, ആ ഭരണത്തിന്റെ ഭാഗമാകാൻ സാധിച്ചു. എന്നാൽ ജോസഫ് വിഭാഗത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി. പക്ഷേ ഇത്തവണ UDFിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. അനൂപ് ജേക്കബിന്റെ അബു ജോസഫിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ വിജയം UDFിനൊപ്പം നിൽക്കുന്ന ജോസഫ് വിഭാഗത്തിന് ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ ഉറച്ച സീറ്റുകളാണ് തൊടുപുഴ, കടുത്തുരുത്തി പോലെയുള്ള സീറ്റുകൾ. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണത്തെ ലഭിച്ചിരുന്ന ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തെങ്കിൽ പോലും വിട്ടു നൽകേണ്ടി വന്നെങ്കിൽ പോലും ഇത്തവണ മത്സരിക്കുന്ന 8 സീറ്റുകളിൽ ചുരുങ്ങിയത് ഒരു 5 സീറ്റിലെങ്കിലും വിജയിക്കാൻ സാധിക്കുമെന്ന് ജോസഫ് വിഭാഗം പ്രതീക്ഷിക്കുന്നു. പക്ഷേ നേരെ മറിച്ച് കേരള കോൺഗ്രസ് എമ്മിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ത്രികോണ മത്സരം നടന്ന കടുത്ത പോരാട്ടം കേരളം മൊത്തം ഉറ്റുനോക്കുന്ന ഒരേ ഒരു മണ്ഡലം എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ ഭാവി എന്തു എന്ന് സംബന്ധിച്ചാണ്. നമുക്കറിയാവുന്നതുപോലെ വലിയ ചർച്ചകൾ നടന്നതാണ്. പലപ്പോഴും കഴിഞ്ഞ തവണ വലിയ വിജയം നേടി കേരള കോൺഗ്രസ് എം അധികാരത്തിലേക്ക് വന്നപ്പോഴും അവരുടെ പാർട്ടി ചെയർമാന് പാലായിൽ നിന്നും വിജയിക്കാൻ സാധിച്ചില്ല. അതായത് മാണി സാറിന്റെ മരണശേഷം 2019 ശേഷം ഇതുവരെ പാല എന്ന് പറയുന്നത് അവരുടെ കൈപ്പിടിയിലേക്ക് കേരള കോൺഗ്രസ് എമ്മിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത്തവണ ഷോൺ ജോർജ് കൂടി വന്നൊരു ത്രികോണ മത്സരം പാലായിൽ നടന്നു. വാശിയേറിയ പോരാട്ടമായിരുന്നു. അവിടെ ജോസ് കെ മാണിക്ക് വിജയിച്ചു കയറാൻ സാധിക്കുമോ? പ്രത്യേകിച്ചും UDF അനുകൂല തരംഗമുണ്ടെന്നൊക്കെ പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ, ഈ എക്സിറ്റ് പോളുകളൊക്കെ LDFിന് എതിരായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജോസ് കെ മാണിക്ക് പാലായിൽ നിന്ന് വിജയിക്കാൻ സാധിക്കുമോ? അങ്ങനെ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താകും ജോസ് കെ മാണിയുടെ ഭാവി എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭയുടെ പിന്തുണ, അത് ഏത് കേരള കോൺഗ്രസിനെ എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം കൂടി, അല്ലെങ്കിൽ അത് ആർക്കായിരുന്നു എന്നതുകൂടി നാളത്തെ റിസൾട്ടോട് കൂടി അറിയാൻ സാധിക്കും. സഭ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. ഭിന്നശേഷി സംവരണം, ഒപ്പം തന്നെ വന്യജീവിമായിട്ടുള്ള പ്രശ്നങ്ങൾ, വന്യജീവി വിഷയങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾ. ഏറ്റവും ഒടുവിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വരെ വലിയ ചർച്ചയായിരുന്നു. ഈ വിഷയങ്ങളിലൊക്കെ കാര്യക്ഷമമായിട്ട് ഇടപെടാൻ സാധിച്ചു എന്ന് കേരള കോൺഗ്രസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ വൈദികർക്കെതിരെയുള്ള നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങൾ, ഈ വിഷയങ്ങളിലൊക്കെ ഇവർ സ്വീകരിച്ച നിലപാടുകൾ വിലയിരുത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഏത് കേരള കോൺഗ്രസിനായിരിക്കും ജനങ്ങളുടെ പിന്തുണ ലഭിക്കുക, ഭാവി അവർ
അവരുടെ എങ്ങനെയായിരിക്കും. നമുക്കറിയാവുന്നതുപോലെ ഈ അധികാരമില്ലാതെ നിൽക്കുന്ന കേരള കോൺഗ്രസുകൾക്ക് വലിയൊരു തളർച്ച കാണാറുള്ളത് നമ്മൾ പതിവാണ്. അതുകൊണ്ട് തന്നെ വരും ഭാവിയിൽ ഈ റിസൾട്ട് വന്നതിന് ശേഷം പിളരാനും അതുപോലെ തന്നെ വളരാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ ലയനത്തിലേക്കോ അല്ലെങ്കിൽ പിളർപ്പിലേക്കോ ഈ കേരള കോൺഗ്രസുകൾ ഈ റിസൾട്ട് വരുന്നതിന് തൊട്ടു പിന്നാലെ പോകാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും മുന്നണി മാറ്റമൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ ചർച്ചയായിരുന്നു. ജോസ് കെ മാണി UDF-ലേക്ക് പോകുമെന്നുള്ള ചർച്ചകളൊക്കെ വലിയ രീതിയിൽ നടന്നിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ജോസ് കെ മാണി LDF-നൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റിസൾട്ട് വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഇവരുടെ നിലപാടുകളിൽ ഉണ്ടാകുമോ എന്നും ജനങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിൽ ശക്തിതല അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും മധ്യ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടുന്നു ഈ മുന്നണികൾക്ക് എന്നുള്ളത് വളരെയധികം നിർണായകമാണ്. ഈ മുന്നണികൾക്ക് ശക്തി പകർന്നു കൊടുക്കാൻ ഏത് കേരള കോൺഗ്രസുകളായിരിക്കും മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും എല്ലാ കേരള കോൺഗ്രസുകളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ജോസ് കെ മണി അടക്കം നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചു, ഒരു ത്രികോണ മത്സരം കാഴ്ചവെച്ച് വിജയത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസുകളെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. സ്കൈൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.